ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ വന്ന കാര്യം നടത്തിയെടുക്കേണ്ട ദിവസം. അതായത് ഉണ്ണീനെ നമ്മൾ അവിടെയുള്ള ഡ്രോൺ അക്കാദമി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും അതേപോലെ ഗ്രീൻ പീസും ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ നൂൽപുട്ടും ഗ്രീൻ പീസും. പിന്നെ ഈ പഴുത്ത മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കറി കൂട്ടി കഴിച്ചു, പിന്നെ തേങ്ങാപ്പാലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കൂട്ടി കഴിച്ചു. കാരണം എനിക്ക് രാവിലെ തന്നെ അങ്ങനെ മധുരം കഴിക്കാൻ പറ്റില്ല. കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ ഞാൻ മധുരം കഴിക്കും. എന്നിട്ട് നമ്മൾ വേഗം പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റ് എങ്ങനെ ഉള്ളൂ മയിലേക്ക്. അപ്പോൾ അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. അങ്ങനെ അവിടെ ആക്കാമെന്നുള്ള, പിന്നെ അവിടെ എന്തൊക്കെയോ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ അക്ഷയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ കഴിച്ച ഫുഡ് അങ്ങനെ ഫുള്ള് വൊമിറ്റ് ചെയ്തു. എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ കഴിച്ചപാട് കാർ കയറി ഇരുന്നിട്ടാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ആകെ ഛർദ്ദിക്കാനും AC-ൻ്റെ ഇറക്ക് കൂടി അടിച്ചപ്പോൾ ഞാൻ ഫുള്ള് ഛർദ്ദിച്ചു. അങ്ങനെ അവൻ ഉച്ചയ്ക്ക് അവന് കുറച്ച് വിശന്നപ്പോൾ അവൻ പോയി എന്തോ സ്നാക്സ് ഒന്ന് കഴിച്ച് വരുന്നതിന് സമയത്ത് ഈ സംഭാരം വാങ്ങിക്കൊണ്ടുവന്ന് പേടിച്ചിട്ടാണെങ്കിൽ ഞാനത് കുറച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അക്ഷയയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് അവനെ അവിടെ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഒരു വീട് അങ്ങനെ എടുത്തിട്ടാണ് താമസിക്കുന്നത്. വിഷുവിന് ശേഷം അവർ ഹോസ്റ്റലിലേക്ക് മാറും. അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നതിനുണ്ട്. ഇപ്പോൾ അങ്ങനെ താമസിക്കുന്നതാണ്. അപ്പോൾ വല്യമ്മയ്ക്ക് പാർലറിൽ നിന്ന് വിളി വന്നപ്പോൾ ഏട്ടൻ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വല്യമ്മ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വഴിക്ക് നേരെ നാട്ടിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടത്. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെ അവിടെ ആക്കി വരുമ്പോഴത്തേക്കും 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ചെറുതായിട്ടൊന്ന് ഇമോഷണലായിട്ട് പിന്നെ നമ്മൾ അവന് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. കാരണം ഇനിയിപ്പോൾ നാളെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് വല്യമ്മേനെ പാർലറിൽ നിന്ന് പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ലൈം സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചൂടത്ത് അതങ്ങോട്ട് ചെന്നപ്പോഴേ വല്ലാത്തൊരു സുഖമായിരുന്നു എൻ്റെ അമ്മോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. ഐശു നമ്മളെ കണ്ടിട്ട് ഞെട്ടിപ്പോട്ടെ, നിങ്ങൾ പോയില്ലേ? കാരണം അവൾക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളാണെങ്കിൽ നേരെ ആ വഴിക്ക് കോഴിക്കോടേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പോകാനും പറ്റിയില്ല.